സ്വപ്നം കാണുന്നവർക്കും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്നവർക്കും ഈ സ്വപ്നവിഹാരിയുടെ ലോകത്തേക്ക് ഹാർദവമായ സ്വാഗതം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡ്രീമർ. നമ്മൾ യൂട്യൂബേഴ്സിന് വിഷ്വൽ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല വഴികൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പല ഉപകരണങ്ങളുടെ സഹായങ്ങളും നമ്മൾ തേടാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്യാമറയിലാണ് നമ്മൾ ചിത്രീകരിക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച ക്യാമറ തന്നെ നമ്മൾ സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മൊബൈലിലാണ് വിഷ്വൽസ് എടുക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച ക്യാമറയുള്ള മൊബൈൽ നമ്മൾ പ്രിഫർ ചെയ്യാൻ നോക്കും. ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് പോലും നമ്മൾ മൊബൈലിൽ ചിത്രീകരിച്ച വിഷ്വൽസാണ്. അതുപോലെ തന്നെ മറ്റ് പല ഉപകരണങ്ങളും നമ്മൾ നമ്മുടെ വീഡിയോ ക്വാളിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റിംഗ്, ഇപ്പോൾ സിനിമ ആയിരുന്നാലും സീരിയലായിരുന്നാലും എന്ത് വീഡിയോ ആയിരുന്നാലും നമ്മൾ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റിംഗ് ലൈറ്റിൻ്റെ വിശേഷങ്ങളാണ്. റിംഗ് ലൈറ്റ് പരിചയപ്പെടുന്നതോടൊപ്പം വേറെ 1-2 ഉപകരണങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ദൂരെയുള്ള വിഷ്വൽസ്, അതായത് ദൂരെയുള്ള ദൃശ്യങ്ങൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മൾ സൂമിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്യാമറയിലാണെങ്കിൽ നമ്മൾ സൂം ലെൻസ് ഉപയോഗിച്ചായിട്ടായിരിക്കും ദൂരെയുള്ള കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ മൊബൈലിൽ നമുക്ക് നാച്ചുറൽ ഇൻബിൽഡ് സൂമിങ് ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇപ്പം ഒരു പരിധി വിട്ട് സൂമിങ് ചെയ്യാൻ അതിന് കഴിയത്തില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ലെൻസുകളുടെ സഹായം വേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മൊബൈൽ ടെലിസ്കോപ്പിക് ലെൻസാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 2 ലെൻസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ കാണിക്കാം. ഇത് ഇതുപോലെ ഒരു ബാഗിൻ്റെ അകത്ത് സേഫായിട്ടാണ് പാക്ക് ചെയ്ത് വരുന്നത്. ഇത്തിരി ഫ്രജൈലായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് കേടുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വളരെ സേഫായിട്ട് ഈ രീതിയിലാണ് ഇത് പാക്ക് ചെയ്ത് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ മൊബൈൽ ടെലിസ്കോപ്പിക് ലെൻസ്. അപ്പോൾ ഇതിനൊരു 26x സൂമിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 26x എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം എത്ര മാക്സിമം എത്രത്തോളം സൂമിംഗ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇത് ലെൻസ് ക്യാപ്പ് വെച്ച് ഫ്രണ്ടിലെ ലെൻസ് അടച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബാക്കിൽ അവിടെയും ഒരു ലെൻസ് ക്യാപ്പ് ഉണ്ട്. അപ്പം ഇതിൽ തന്നെ നമുക്ക് സൂമിങ് ചെയ്യാനായിട്ട് ഒരു റൊട്ടേറ്റർ ഉണ്ട്. ഇത് സൂം ഇൻ സൂം ഔട്ടിന് വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഒരു പ്ലസ് മൈനസ് സിമ്പിൾ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സൂമിങ് സൂം ഔട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫോക്കസ് ഇന്നും ഫോക്കസ് ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോക്കസിന് വേണ്ടിയിട്ട് മറ്റൊരു റൊട്ടേറ്റർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും നമ്മൾ ഇത് ഞാൻ അനക്കുന്ന സമയത്ത് ഒരു ലെൻസ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിലൊരു റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തും അവിടത്തെയും ഒരു ലെൻസ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ ഒരു മിനി ട്രൈപോഡ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെൻസ് ഇതിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ മൊബൈൽ ഇതിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ലെൻസിന് അത്യാവശ്യം വെയിറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത്തിരി ഹൈറ്റിൽ വെക്കാൻ പറ്റും. പിന്നെ ഈ ട്രൈപോഡ് എങ്ങനെയാണ് ഈ ഒരു ലെൻസിൽ അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈപോഡ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റിങ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ റിങ് നമ്മളുടെ റിങ്ങിൻ്റെ മുകളിൽ ഒരു റൊട്ടേറ്റർ ഉണ്ട്. ഈ റൊട്ടേറ്റർ ഇങ്ങനെ തിരിക്കുക. ഈ ഒരു റിങ് നമ്മുടെ ലെൻസിൽ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റുക. സോറി, ഇച്ചിരി ജാമായി. റൊട്ടേറ്റ് ചെയ്ത് ഇതിനകത്ത് കയറ്റുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ജാക്കുണ്ട്, അതിൽ നമുക്ക് ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് ഒരു പർപ്പസ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഫോണിൽ കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഫോണിൽ നമ്മൾക്ക് വിഷ്വൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫോണിൽ അറ്റാച്ച് ചെയ്താൽ പറ്റും. ഫോണിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു ക്ലിപ്പ് ഇതുപോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പിൽ ഒരു റൊട്ടേറ്റർ ഉണ്ട്. അതിങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൊട്ടേറ്ററാണ്. ഇത് നമ്മൾ ഫോണിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ റൊട്ടേറ്ററിൽ കറക്കി വില വെച്ചതിന് ശേഷമാണ് ഇത് ഫോണിൽ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ലെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം അത് പെട്ടെന്ന് പൂപ്പ് കയറാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് തുടയ്ക്കാനായിട്ട് ഒരു ക്ലോത്ത് ഇതിൻ്റെ കൂടെ അവർ തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം സപ്പോസ് ഇപ്പോൾ ഫോണിൽ അല്ല ഇത് ഫോണിൽ നമുക്ക് വിഷ്വൽ എടുക്കുക, അല്ലാതെ നമുക്ക് ദൂരെയുള്ള കാഴ്ചകൾ അല്ലാതെ കാണണം, അങ്ങനെ ലെൻസ് വഴി കാണണമെന്നുണ്ടെങ്കിൽ
നമുക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പുഷ് നമുക്ക് അതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രതലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിൽ വയ്ക്കുമ്പോൾ നമുക്ക് വലിയ ഇറിറ്റേഷൻ ഉണ്ടാകുന്നില്ല. ഇത് വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബൈനോക്കുലർ മാതിരി ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം വിഷ്വൽസ് ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്ത് സൂമിങ് ചെയ്ത് സൂം ഔട്ട് ചെയ്ത് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഇത് ഒരു ലെൻസ്. ഇനി മറ്റൊരു ലെൻസ് കൂടെ ഉണ്ട്, അതും കൂടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത് ഇതുപോലൊരു കേസിൽ തന്നെയാണ് വരുന്നത്. ഇതും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും കൂടെ നീളം കൂടുതലാണ് ഈ ഒരു ലെൻസ്. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ലെൻസിൻ്റെ കളർ ഇച്ചിരി വ്യത്യാസമുണ്ട്. കളറ് ഇതിന് ഒരു റെഡിഷ് കളറാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഈ ഒരു ലെൻസ്, വലിയ ലെൻസിന് ഒരു റെഡിഷ് കളർ നിങ്ങൾക്ക് വിഷ്വലിലൂടെ കാണാൻ പറ്റും. ഇതെൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റൊട്ടേറ്ററാണ്. ഇതെൻ്റെ സൂം ഔട്ട് റൊട്ടേറ്ററാണ്. അപ്പം ഇതിൽ വേറൊരു ഇതിലും മറ്റേതിലും പോലെ തന്നെ ഒരു ട്രൈപോഡ് വരുന്നുണ്ട്. നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു റൊട്ടേറ്റർ വരുന്നുണ്ട്. ഇതും ലെൻസുമായിട്ട് ഘടിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിന് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു റിങ് ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോണിൽ അറ്റാച്ച് ചെയ്യുന്ന സാധനം വ്യത്യാസമാണ്. ഇത് മാതിരി ഒരു ക്ലിപ്പാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. മറ്റൊന്ന് നേരത്തെ നോക്കിയ സാധാരണ ഒരു പ്രോപ്പർ ക്ലിപ്പിൻ്റെ മോഡലിലാണ് ഇരുന്നത്. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് ഈ ഒരു സാധനത്തിൽ ഫോണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലേക്ക് വെച്ചിട്ട് ഫോണ് ആവശ്യാനുസരണം വെച്ച് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഹോൾസ് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ഹോളിലേക്ക് ഇതിൻ്റെ ബാക്കിലുള്ള റൊട്ടേറ്റർ വെച്ചിട്ട് തിരിച്ച് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ അകത്ത് വീണിരിക്കുക. അപ്പോൾ ഇത് ഫോണിൽ വെച്ചിട്ട് നമുക്കതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയിപ്പം നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ഫോൺ വഴി കാണണ്ട, അല്ലാതെ നമുക്ക് ഈ ലെൻസ് വഴി തന്നെ ലെൻസിലുള്ള വിഷ്വൽസ് ദൃശ്യങ്ങൾ ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ വെക്കുന്ന മറ്റൊരു ബുഷ്, നേരത്തെ നമ്മൾ കാണിച്ച ബുഷ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചു വയ്ക്കാം. പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല. ഇത് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പാടുപെട്ട് കുറച്ച് കഷ്ടപ്പെട്ട് ഇതിൻ്റെ അകത്ത് കയറ്റേണ്ടി വരും. വേറൊരു ഐറ്റമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നില്ല, കുറച്ച് ടൈം എടുക്കുന്നത്. സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ലെൻസ് താഴെ പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ പണി തീരും. അതുപോലെ ഇതിൻ്റെ അകത്തൊരു ലെൻസ് ഞാൻ പറഞ്ഞാൽ ലെൻസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ലെൻസ് കേടുപാട് വരാതിരിക്കുകയാണ്. ലെൻസ് ഇടയ്ക്കിടയ്ക്ക് തുറച്ചിടുന്നു. പൊടിയൊക്കെ വരുന്നിടത്ത് ചിലപ്പം പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലോത്ത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ മൊബൈൽ ടെലിസ്കോപ്പിക് ലെൻസ് കണ്ടു, രണ്ടെണ്ണം പരിചയപ്പെടുത്തി. ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മിനി ട്രൈപോഡാണ്. ട്രൈപോഡ് 3110 എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മൊബൈലിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ക്യാമറയൊക്കെ നമുക്ക് ഈ ഒരു ട്രൈപോഡിൽ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഞാൻ ട്രൈപോഡ് ഒന്ന് കാണിക്കാം. ഇതുപോലൊരു ബാഗിലാണ് വരുന്നത് ട്രൈപോഡ്. മൊബൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുമാതിരി ഒരു ക്ലിപ്പ് ട്രൈപോഡിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ട്രൈപോഡ് കാണിക്കുകയാണ്. ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ ട്രൈപോഡാണ്. നമ്മുടെ സാധാരണ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് മാതിരി തന്നെയാണ് ഇതൊക്കെ ഒരു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫങ്ഷൻസ് എല്ലാം അതുപോലെ തന്നെയാണ്. ഇതിൽ തന്നെ മെർക്കുറി ലെവൽ അറിയാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു മെർക്കുറിയുടെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിത് ഉയർത്താനായിട്ട് ഇത് ഹെഡ് എങ്ങനെയാണ് ഉയർത്തുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ മൊബൈൽ അറ്റാച്ച് ചെയ്യുന്നത്. മൊബൈൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഗതി നമ്മളിതിൽ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ട്രൈപോഡിലേക്ക് മൊബൈൽ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. പിന്നെ നമ്മുടെ ക്യാമറയുടെ ട്രൈപോഡുകളിൽ തന്നെ ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പുകളുണ്ട്. വളരെ ഡെലിക്കേറ്റ്. അത് ക്യാമറയുടെ ട്രൈപോഡിൻ്റെ അത്രയും ഒരു സ്ട്രോങ് ഒന്നുമല്ല. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു മൊബൈലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പർപ്പസിനായതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒരു ലെഗ്സിൻ്റെ ഹൈറ്റ്
മാക്സിമം ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇതും താഴത്ത് ഇങ്ങനെ ചെയ്യാം. അതുപോലെ ഈ മൊബൈൽ നമ്മൾ ചരിച്ച് വെക്കണം. അപ്പോൾ നമുക്ക് ടിക്ടോക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇത് തിരിച്ച് വെക്കാൻ പറ്റും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകതയല്ല, ഇത് ഓൾറെഡി ഇതുള്ളതാണ്. ഈ ഇതിൻ്റെ ഹെഡ് തിരിക്കണം, അങ്ങോട്ട് തിരിക്കണമെങ്കിൽ ഇവിടെ ഒരു റൊട്ടേറ്റർ ഉണ്ട്. അത് വെച്ചിട്ട് ഹെഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നമുക്ക് ഏതൊക്കെ ആംഗിളിലേക്കാണ് ഇതിൽ പോകുന്നതിനനുസരിച്ച് നമുക്ക് തിരിച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഇനി അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഹൈറ്റ് പോരാന്ന് തോന്നി കഴിഞ്ഞാൽ ഇനി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റൊട്ടേറ്റർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഹൈറ്റ് നമ്മുടെ ആവശ്യാനുസരണം ഹൈറ്റ് ഒത്തിരി താഴ്ത്തി ചെയ്യാൻ പറ്റും. ഏകദേശം വൃത്തിയായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് തന്നെയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ ക്യാമറയുടെ ട്രൈപോഡ് പോലെ അത്രയും സ്ട്രോങ് അല്ല, ഇച്ചിരി ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കേടുപാട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. നമ്മൾ ലെൻസും നമ്മുടെ ട്രൈപോഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ വീഡിയോയുടെ മെയിൻ സാധനം നമ്മൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. അപ്പോൾ റിംഗ് ലൈറ്റിനെ കുറിച്ചാണ് ശരിക്കും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ മറ്റുള്ള എക്യുപ്മെൻറ്റ്സും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ റിംഗ് ലൈറ്റ്. ഇതൊരു 12 ഇഞ്ച് സർക്കിൾ വരുന്നൊരു റിംഗാണ്. അതായത് ഒരു 10x6 സെൻറ്റിമീറ്റർ വരുന്ന ഒരു റിംഗ് ലൈറ്റാണ്. അപ്പോൾ റിംഗ് ലൈറ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് ഇതുപോലെ ഒരു കവറിലാണ് നമ്മുടെ റിംഗ് ലൈറ്റ് വരുന്നത്. അപ്പം റിംഗ് ലൈറ്റിൻ്റെ കൂടെ തന്നെ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു ഹോൾഡർ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. നമുക്ക് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ വയറ് വന്നിട്ട് ഇതുപോലെ കെട്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ എടുത്ത് മാറ്റാം. ഇതിലൊരു USB പോർട്ടാണ് അതിൻ്റെ എഡ്ജിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ മൊബൈലിൻ്റെ മറ്റേ ചാർജറിൽ കുത്തിയിട്ട് മാത്രമേ ഇത് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ലൈറ്റ് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനും ഇൻറ്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പോർഷൻ നമുക്കൊരു ബട്ടൺ മാതിരി കുറച്ച് പോർഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റും പ്ലസ് മൈനസ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സർക്കുലർ പോലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ടൈപ്പ്, ഇത് ഈ റിംഗ് ലൈറ്റിനെ പ്രത്യേകിച്ച് വെച്ചാൽ 3 ടൈപ്പ് ലൈറ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യുന്ന സാധനം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. അത് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് തിരിച്ച് കയറ്റി വെക്കുന്നതാണ്. ഈ ഒരു മൊബൈൽ ഹോൾഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ വയ്ക്കാനായിട്ട് ഇത് പോരാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സംഭവം ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ട്രൈപോഡും കൂടെ വേണ്ടിയിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്ന ഒരു ട്രൈപോഡാണ്. നമ്മുടെ നേരത്തെ കാണിച്ച ട്രൈപോഡിൽ നിന്നും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഹെഡ് തിരിക്കാനും റൊട്ടേറ്റ് ഇത് നമുക്ക് 360 ഡിഗ്രി ഈ ഒരു ലൈറ്റ് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഇത് നമുക്ക് നമ്മുടെ മൂത്ത് നോക്കാം ആദ്യം. സോറി, ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കണം. ആ ലോക്ക് ആദ്യം എടുക്കണം. ഇനി മാത്രമേ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനതൊന്ന് ലോക്ക് എടുക്കുകയാണ്. ലോക്ക് എടുത്തു. ട്രൈപോഡ് ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഈ നമുക്കിതിൻ്റെ ഹൈറ്റ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു നമ്മളിത് ലോക്ക് എടുത്തതിന് ശേഷം അത് ലോക്ക് തിരിച്ച് അതുപോലെ ലോക്ക് ചെയ്തു. എങ്കിൽ മാത്രമേ അത് ഇരിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ജാക്കറ്റ് ഒരു ഹെഡ് പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് പറ്റും. പിന്നെ അതുപോലെ തന്നെ
ടോപ്പ് നല്ല രീതിയിൽ വെക്കാൻ പറ്റും. ഇപ്പം നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പം ഞാനിപ്പം ടേബിളിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പം താഴെ വെച്ചപ്പോൾ നമുക്ക് ഹൈറ്റ് അറിയാം. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് ഇതിനകത്തോട്ട്. അപ്പം നമ്മൾ റിംഗ് ലൈറ്റ് ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കുമ്പോൾ നല്ല ഹൈറ്റിലായിരിക്കും, എന്നെക്കാളും മുകളിലായിരിക്കും റിംഗ് ലൈറ്റ് നിൽക്കുക. അപ്പോൾ നമുക്കിത് റിംഗ് ലൈറ്റും ഇതുമായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കാണാം. അപ്പോൾ നമ്മുടെ റെഗുലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ചെയ്യുകയാണ്. ഇത് മാക്സിമം ഇതാണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ്. മാക്സിമം ബ്രൈറ്റ്നസ് കിടക്കുമ്പോൾ ഇത് നമ്മളൊന്ന് ബ്രൈറ്റ്നസ് കുറച്ച് നോക്കാം. ഇതിലൊരു മൈനസ് ഓപ്ഷൻ ഉണ്ട്. ഇതിനൊന്ന് ബ്രൈറ്റ്നസ് കുറച്ച് നോക്കാം. അപ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ് കുറച്ചു. അതുപോലെ പ്ലസ് ഓപ്ഷൻ നിൽക്കുമ്പോൾ ഇത് മാക്സിമം ബ്രൈറ്റ്നസ്സിൽ കിട്ടും. അപ്പോൾ ഇത് ഒരു മോഡ് ലൈറ്റ്. മൂന്ന് മോഡുണ്ട് ഇതിൻ്റെ. ഈ ഒരു മോഡൊക്കെ നമുക്കുണ്ട്. ബാക്കി 2 മോഡുകൾ നോക്കാം. ഇത് വരണം. അപ്പം ഈ റിംഗ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിംഗ് ലൈറ്റ് നമുക്ക് ഫ്രണ്ട് വെച്ചിട്ട് വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. നമ്മുടെ കണ്ണിൽ ഒരു സർക്കിൾ വരും, റിംഗ് വരും. അത് നമ്മുടെ വീഡിയോ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ ഇതിൻ്റെ മാക്സിമം ഹൈറ്റിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം എന്തിനായിട്ടില്ല നേരത്തെ പറഞ്ഞ എന്തിന് ഹൈറ്റ് ട്രൈപ്പോഡിലുള്ളത് തന്നെ ഇതിപ്പം റിംഗ് ലൈറ്റിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് താഴത്തിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതിലൊരു ചെറിയൊരു റിമോട്ടുണ്ട്. അതിൻ്റെ ബട്ടൺസ് തന്നെ കാണുന്നത് ഇത് പവർ ഓൺ ഓഫ് ബട്ടൺ. ഇത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും ഇത് കുറയ്ക്കാനുള്ള ബട്ടൺസാണ്. എന്നാൽ ഇത് ലൈറ്റ് മോഡ് ചെയ്യാൻ പറ്റുന്ന ബട്ടണാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഓണാക്കിയിട്ടില്ല. ഓണാക്കുമ്പോൾ എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പം സ്വിച്ച് ഓൺ ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഇതിലൊരു ബ്ലൂ ലൈറ്റ് ഇൻഡിക്കേറ്ററായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളിത് ലൈറ്റ് ഓൺ ചെയ്യാണ്. ഇതിലൊരു ഓൺ ഓഫ് ബട്ടണാണ്. ഞാൻ ഓൺ ചെയ്യാണ്. ഇപ്പം ലൈറ്റ് ഓൺ ആയി. ഇപ്പം മാക്സിമം ബ്രൈറ്റ്നസ് കിടക്കുകയാണ്. അപ്പം ഞാൻ ഈ സ്വിച്ചിൽ തന്നെ ഇതിൽ തന്നെ റിമോട്ടിൽ തന്നെ ഇതിൽ ഇൻറ്റൻസിറ്റി ഞാൻ കുറയ്ക്കുകയാണ്. ഇപ്പം എന്താണ് ചെയ്യുന്നത് നോക്കാം. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു. ഈ പ്ലസ് ബട്ടൺ വെക്കുന്ന സമയത്ത് പിന്നെ ബ്രൈറ്റ്നസ് കൂടി. ഇനി ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ നടുക്കുള്ള ചെറിയൊരു സർക്കിളിംഗ് മാറിയൊരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഉണ്ട്. അത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓരോ മോഡ് ലൈറ്റ് ചെയ്ത് കാണിക്കും. അങ്ങനെയൊക്കെ 3 മോഡുകളുണ്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ എക്യുപ്മെന്റ്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കും ഫോട്ടോസും വീഡിയോസും മികച്ചതാക്കാനായിട്ട് ഈ ഒരു എക്യുപ്മെന്റ്സ് വളരെയധികം ഉപകാരപ്രദമാണെന്ന് കരുതുന്നു. വീഡിയോ എന്ത് ചെയ്യുന്നതിനുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ അടുത്തൊക്കെ കണ്ടതാണ് നമ്മുടെ സഹോദരി വിസ്മയുടെ മരണവും ബന്ധപ്പെട്ട് നടന്ന കേസും കാര്യങ്ങളൊക്കെ. അപ്പം സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം പീഡിപ്പിക്കുകയും പെൺകുട്ടിയെ കൊല്ലുകയൊക്കെയാണ് ചെയ്തത്. നമ്മൾ കണ്ടതാണ്.
സ്ത്രീധനം നിരോധിക്കണം, സ്ത്രീധനം തെറ്റാണെന്ന് ഇപ്പം ഒരുപാട് പേര് വാദിക്കുന്നുണ്ട്. അത് തെറ്റ് തന്നെയാണ്, ഞാനും അതിനെ അനുകൂലിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. സ്ത്രീയുടെ കയ്യിൽ നിന്നും ധനം ആഗ്രഹിക്കുന്ന തെറ്റാണെങ്കിൽ ഇപ്പം ഒരു പുരുഷന്റെ കയ്യിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു കല്യാണം ആലോചിക്കുന്ന സമയത്ത് പുരുഷൻ എന്ത് ജോലി, ചില ഗവൺമെന്റ് ജോലിയാണോ അല്ലെങ്കിൽ ധാരാളം സ്വത്തുണ്ടോ, അങ്ങനെയൊക്കെ കണ്ട് തരംതിരിക്കുന്നതും തെറ്റല്ല. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത് പുരുഷധനം ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഈ ഒരു കാര്യം വരുമ്പോൾ പുരുഷന്മാര് ഉയർന്ന ജോലിയുള്ള പുരുഷന്മാരെയൊക്കെ സെലക്ട് ചെയ്യുന്നത് സ്ത്രീയുടെ സേഫ്റ്റി നോക്കിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ, സ്ത്രീധനം മേടിക്കുന്നത് സേഫ്റ്റി നോക്കിയിട്ടല്ലേ. അപ്പം സ്ത്രീധനം മേടിക്കുന്നത് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല, അത് തെറ്റ് തന്നെയാണ്. അതിൻ്റെ പേരിൽ പീഡനം നടത്തുന്നതൊക്കെ തെറ്റ് തന്നെയാണ്. അപ്പം പുരുഷനെ അവൻ്റെ ഈ ഒരു സാമ്പത്തികമായ രീതിയിൽ അവനെ വിലയിരുത്തുന്നത്, അവൻ്റെ ഉയർന്ന സോഷ്യൽ സ്റ്റാറ്റസ്, അവൻ്റെ ജോലി ഒക്കെയൊക്കെ വിലയിരുത്തുന്നതും തെറ്റല്ലേ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് പറയുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സിനായി ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ വൈൻഡപ്പ് ചെയ്യാണ്.